29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4ാം ദിനത്തിൽ വിവിധ തിയേറ്ററുകളിലായി 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 15 സിനിമാ വിഭാഗങ്ങളിലായിട്ടാണ് 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. വേൾഡ് സിനിമാ വിഭാഗത്തിൽ ഇന്ന് 29 ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, തലസ്ഥാനത്ത് ഇങ്ങനെ സിനിമാ മേളം കൊട്ടിക്കയറുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. 15 വിഭാഗങ്ങളിലായിട്ടാണ് 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. വളരെ വിപുലമായ അല്ലെങ്കിൽ വളരെ വൈവിധ്യം നിറഞ്ഞ ചിത്രങ്ങളാണ് ഓരോ ദിവസവും പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ാം ദിവസമാണ്. ഇന്നത്തെ 4ാം ദിവസത്തെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ വേൾഡ് സിനിമാ വിഭാഗത്തിൽ മാത്രമായിട്ട് 67 ചിത്രങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഫൈറ്റ് 404, സൈലന്റ് സിറ്റി ഡ്രൈവർ, അതോടൊപ്പം തന്നെ സാൽവേ മരിയ തുടങ്ങിയ ചിത്രങ്ങളാണ് വേൾഡ് സിനിമാ വിഭാഗത്തിൽ നിന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്താൻ പോകുന്നത്. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ നിന്ന് 5 സിനിമകളാണ് പ്രേക്ഷകരുടെ മുൻപിലെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദർശിപ്പിച്ച, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് 4ാം ദിവസം 3 ദിവസങ്ങളിലായി പ്രദർശിപ്പിച്ച പ്രേക്ഷകർക്ക് കാണാൻ കഴിയാതെ പോയ കുറച്ച് സിനിമകളുണ്ട്. കാരണം സീറ്റ് നിറഞ്ഞ തറയിലിരുന്ന് കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം കാണാൻ കഴിയാതെ പോയ കുറച്ച് സിനിമകൾ കൂടി ഒന്നും കൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദർശിപ്പിച്ച ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന് പറയുന്ന സിനിമ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് അയ്യന്റെ കിഷ്കിന്ധകാണ്ഡം, മലയാള പ്രേക്ഷകർ ഏറെ കയ്യടിയോടെ സ്വീകരിച്ച ഒരു സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം ഇന്ന് ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിനേഷൻ കെയുടെ വെളിച്ചം തേടി എന്നൊരു സിനിമയും ഉണ്ട്. അതോടൊപ്പം തന്നെ ശിവരഞ്ജിനി, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ IFFKയിൽ 4 വനിതാ സംവിധായകർ ഒരുമിച്ച് എത്തുകയെന്ന് വേണം പറയാൻ. പല ദിവസങ്ങളിലായിട്ട് 4 വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് ഇന്ന് 29ാമത് IFFKയിൽ പ്രദർശിപ്പിക്കുന്നത്. അതിലെ ഒരാളാണ് ഇന്ദുലക്ഷ്മിയുടെ അപ്പുറവും. അതോടൊപ്പം തന്നെ പറയേണ്ടത് ശിവരഞ്ജിനിയുടെ വിക്ടോറിയ എന്നൊരു ചിത്രം ഇന്ന് ഈ 2 ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷ് ബാബു സേനനും സതീഷ് ബാബു സേനനും സംവിധാനം ചെയ്ത മുഖക്കണ്ണാടി എന്നൊരു ചിത്രം ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ചിത്രങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് IFFK ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൺട്രി ഫോക്കസ്, റിസ്റ്റോർഡ് ക്ലാസിക്, ഇന്ത്യൻ സിനിമ നൗ വിഭാഗം എന്നീ വിഭാഗങ്ങളിലൂടെ 2 സിനിമാ വീതം ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തും. എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വേൾഡ് സിനിമാ വിഭാഗത്തിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ 29 സിനിമകളാണ് എത്താൻ പോകുന്നത്. ഒരു വലിയ കോമ്പറ്റീഷൻ എന്ന് വേണം എടുത്തു പറയേണ്ടത്. വേൾഡ് സിനിമാ വിഭാഗത്തിൽ ഹജ്ജ് തീർത്ഥാടകരുടെ ഒരു മക്കയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരു വനിത പ്രയത്നിക്കുന്നതും ആ സാഹചര്യത്തിലുണ്ടാവുന്ന പ്രതിസന്ധി, അവർക്ക് പോകാൻ കഴിയുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവരതിനെ തരണം ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി എടുത്ത സിനിമയാണ് ഹണി ഖാലിദ് സംവിധാനം ചെയ്ത ഫൈറ്റ് 404 എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വിവാദപരമായ ഒരു ചിത്രം എന്ന് വേണം മനസ്സിലാക്കേണ്ടതുള്ളത്. ഈ സ്ത്രീ ഹജ്ജിലേക്ക് പോകാൻ കഴിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ തന്നെയാണ് ഫൈറ്റ് 404 എന്നൊരു ചിത്രം വേൾഡ് സിനിമാ വിഭാഗത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടി തന്നെയാണ്. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെമിനിറ്റി ഫാത്തിമ കാണാൻ പ്രേക്ഷകർക്കുണ്ട് അതേ ആവശ്യം തന്നെയാണ് ഫൈറ്റ് 404 എന്നൊരു ചിത്രം കാണാനുമുള്ളത്. കാരണം ഇത്തരം വിവാദപരമായ ചിത്രങ്ങൾ IFFKയിലൂടെയൊക്കെ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം എന്ന് വേണം പറയാൻ. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഫൈറ്റ് 404. നമ്മൾ ഇന്നലെ നടത്തിയ ഒരു ചോദ്യം, പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഫൈറ്റ് 404 കാണാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമെന്നും കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കിൽ ദ ജോക്കി, ബാങ്ക് ഷോ, ബോട്ട് പീപ്പിൾ, ഏപ്രിൽ, ദ ഡിവോഴ്സി, ടോക്സി സെൽവൻ സാമുറൈ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലുള്ള ചിത്രം കൂടി ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3 മണി വരെ നിള തിയേറ്ററിൽ വളരെ പ്രശസ്തനായ, അല്ലെങ്കിൽ IFFKയുടെ നെടുംതൂൺ, IFFKയുടെ ഒരു അടയാളം എന്ന് വേണ്ടി പറയുന്ന ഒരു G. അരവിന്ദൻ എന്ന് പറയുന്ന സംവിധായകൻ ഏറെ പ്രശസ്തനാണ്. G. അരവിന്ദന്റെ ഒരു അനുസ്മരണം, G. അരവിന്ദൻ അനുസ്മരണം സംഭാഷണം ഇന്ന് ഉണ്ടാകുന്നതാണ്. G. അരവിന്ദൻ അനുസ്മരണ പ്രഭാഷണം ഇന്ന് 2:30 മുതൽ 3 വരെ നിള തിയേറ്ററിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ബിട്രീസ് തീരിയേറ്റ് നിർവഹിക്കുന്ന ഒരു സംഭാഷണമാണ് നടക്കുന്നത്. ലിബീഷ്
ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 29ാമത് IFFK എന്ന് പറയുന്നത് വളരെ വൈവിധ്യപൂർണ്ണമായ വളരെ പ്രത്യേകതയുള്ള ഒരു IFFK കൂടി തന്നെയാണ്. പെണ്ണോട്ടങ്ങൾക്ക് എടുത്തു പറയേണ്ടത് IFFKയുടെ ചെയർമാൻ പ്രേംകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ പെണ്ണോട്ടങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ IFFKയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും ഓരോ വൈവിധ്യപൂർണ്ണമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. ഇന്നലെ തന്നെ നോക്കുകയാണെങ്കിൽ 80കളിൽ തിളങ്ങി നിന്ന അല്ലെങ്കിൽ സിനിമയുടെ തിരശ്ശീല ഉയർത്തിയ 80കളിൽ തിളങ്ങി നിന്ന നടിമാരെയെല്ലാം ഒരേ വേദിയിൽ ഇവരെല്ലാം ഒരുമിച്ച് സംഗമിക്കുന്ന അല്ലെങ്കിൽ ഇവരെല്ലാം ഒരേ വേദിയിൽ കൊണ്ടുവന്ന പ്രേക്ഷകരുടെ മനം നിറച്ച ഒരു വേദി എന്ന് വേണം പറയാൻ ഇന്നലത്തെ IFFK. എല്ലാവരും ഒരേ വേദിയിൽ അഭിനയിച്ച എല്ലാ നടിമാരും ഒരേ വേദിയിൽ അണിനിരുന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവരെ ആദരിക്കുകയും ട്രോഫികൾ നൽകുകയും ഒരു സംഭാഷണം നടത്തുകയും എല്ലാവരും ഒരേ വേദിയിൽ തിളങ്ങി നിന്ന് ഒരു സംഭാഷണം ഉണ്ടാവുകയും പ്രേക്ഷകർക്കും കാണാൻ കൗതുകം എന്ന് വേണം പറയാൻ. കാരണം 80കളുടെ ഒരു തുടക്കം നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, സിനിമകളുടെ ചരിത്രം എന്ന് പറയുന്നതിന് ഈ അഭിനേതാക്കളുടെ അല്ലെങ്കിൽ ഈ മുതിർന്ന നടിമാരുടെ ഒരു അഭിനയത്തിലൂടെയാണ് ഈ ചിത്രങ്ങളെല്ലാം വളരെ മികച്ചതെന്ന് വേണം പറയാൻ. എല്ലാവരും ഒരേ വേദിയിൽ കണ്ടത് ഒരുപാട് നടിമാരുണ്ടായിരുന്നു. ശാന്തികുമാരി, വിജയ, ശോഭന തുടങ്ങി ഒരുപാട് നടിമാരുണ്ടായിരുന്നു. എല്ലാവരെയും ഒരേ വേദിയിൽ കണ്ടത് തന്നെ IFFKയുടെ ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തം എന്ന് വേണം പറയാൻ. ലിബീഷ്, രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ മനോഹര നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രേണുക.